Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain. There's salvation in your name, Jesus Christ, my living hope.
കർത്താവായ യേശു പ്രവർത്തിക്കുന്നവനായ ദൈവമേ, ലോകമെങ്ങുമുള്ള പ്രിയങ്കള കുടുംബാംഗങ്ങളോട് ചേർന്ന് മക്കളെന്ന പദവിയോട് അപ്പാ പിതാവേ എന്ന് വിളിച്ച് ഞങ്ങൾ ഒരുമനപ്പെട്ട പുത്രന്മാർക്കും പുത്രിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ഒരു രോഗക്കിടക്കയിലാണെങ്കിൽ കർത്താവ് ഇന്ന് അവരെ കരം തൊട്ട് കർത്താവെ ആ കിടക്ക വിട്ട് അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ സന്ധ്യാപ്രാർത്ഥനയിൽ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക്, അടയാളങ്ങൾക്ക്, വീര്യപ്രവൃത്തികൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, ജപ്തികൾ നീങ്ങിപ്പോട്ടെ. കർത്താവെ, ജോലി ഇല്ലാത്തത് ജോലി അങ്ങ് ഉളവാക്കിയാട്ട് കർത്താവെ അനുഗ്രഹിച്ച് ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവരുടെ അകത്തും പുറത്തും യേശു തരുന്ന സൗഖ്യവും സമാധാനവും അത് വാഴുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ എല്ലാത്തവരെയും കർത്താവെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കരം കർത്താവെ ഞങ്ങളുടെ ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ കർത്താവെ ഉളവാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, നിരാശകൾ മാറട്ടെ, കർത്താവെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയ കർത്താവെ, സന്ധ്യാസമയത്ത് ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അന്വേഷിച്ച് കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, രോഗികളായിരിക്കുന്നവർക്ക് പൂർണ്ണ സൗഖ്യവും ആശ്വാസവും ഈ രാത്രിയിൽ അവർ അനുഭവിപ്പാൻ ഇടയാകട്ടെ. ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങളായിരുന്നാലും യേശു തൊട്ട് സുഖപ്പെടുത്തി എന്ന് പറയുവാൻ ഇടയാകേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ നീ സ്വതന്ത്രമാക്കണം. ഇന്ന് രാത്രിയിൽ അവരുടെ വേദനകളെ അങ്ങ് ക്രൂശിൽ വഹിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാരങ്ങൾ മാറട്ടെ കർത്താവെ. സമാധാനമില്ലാത്തവരുണ്ട്, സ്വസ്ഥതയില്ലാത്തവരുണ്ട് കർത്താവെ. ആരോഗ്യത്തിന് ഹാനി വരുത്തുന്ന അതേ കർത്താവെ പലവിധ ചിന്തകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവെ അങ്ങ് അവരെ സ്വതന്ത്രമാക്കി പൂർണ്ണമായ ഒരു ആരോഗ്യത്തെ അവർക്ക് വരുത്തണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശു അത് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. The King of Kings calls me his own. Beautiful Savior, beautiful Savior, am yours forever. Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain. There's salvation in your name. Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain. There's salvation in your name. Jesus Christ, my living hope. Hallelujah, Yeshua swatantranaaki. Hallelujah, maranathe dikita. Vandanangalum maati ennil jeevan നൽകി. യേശു മാത്രമെൻ പ്രതീക്ഷ. Hallelujah, യേശു സ്വാതന്ത്രനാക്കി. Hallelujah, മരണത്തെ നീക്കിത. ബന്ധനങ്ങളും മാറ്റി എന്നിൽ ജീവനും നൽകി. യേശു മാത്രം എൻ പ്രതീക്ഷ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളെ നിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, അപ്പോൾ തന്നെ ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന സൗഖ്യവും സ്വാതന്ത്ര്യവും സമാധാനവും കർത്താവെ ഞങ്ങളുടെ ദേശം അനുഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ജില്ലകളെയും നിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആലപ്പുഴയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇടുക്കിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ, നിന്റെ നാമത്തിൽ ആ പട്ടണത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണൂരിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. Lord Jesus, we pray for Malappuram, Lord. We bless her in the name of Jesus. Let your favor, let your blessings come upon Palakkad. We pray for the 14 districts of our Kerala, Lord Father God. We pray for Pathanamthitta. In the name of Jesus, we bless her, Father. We pray healing upon her, Father. We pray health upon her. We pray for Wayanad. In the name of Jesus, we bless her. We pray for Kasaragod. Let the presence and power of Jesus fill those districts, Lord.
We pray for every district in our state, oh God. We pray for Kottayam. We bless her in the name of Jesus, Father. Let your presence fill Kottayam, Lord. We pray for Trivandrum, Lord. In the name of Jesus, let all the blessings of heaven fill Calicut, Lord. We pray for Kollam district, Lord. We bless her in the name of Jesus. Let your kingdom come upon Thrissur, Father God. Let your power and presence be manifested in Thrissur, Lord. In Jesus' name, we bless our Kerala. We pray for all our leaders, for the CM, for all the political parties, for all the political leaders, Lord. We pray for the IAS, IPS officers, Father. We pray for all the government officials, even for those who are working in the public and private sectors, Father. We bless them, Lord. Fill them with your wisdom and understanding and knowledge, Father. In the name of Jesus, we pray, amen. അതേ കർത്താവേ, ഭാരതത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരതം യേശുവിനെ അറിയണം. ഓരോ സംസ്ഥാനങ്ങളും യേശുവിനെ രുചിച്ചറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരിനെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ഓരോ വ്യക്തികളും യേശു തരുന്ന സൗഖ്യത്താൽ നിറയപ്പെട്ടിട്ട്, യേശു തരുന്ന സമൃദ്ധിയാൽ നിറയപ്പെട്ടിട്ട്, അപ്പോൾ തന്നെ ഹിമാചൽ പ്രദേശ് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ഓരോ വ്യക്തികളെയും കുടുംബമായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു തരുന്ന സൗഖ്യവും വിടുതലും ഓരോരുത്തരും അനുഭവിക്കട്ടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉത്തരാഞ്ചൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട്, പഞ്ചാബ് അനുഗ്രഹിക്കപ്പെട്ട്, ഹരിയാനയെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സൗഖ്യത്താൽ ദേശം നിറയപ്പെട്ടിട്ട്, ഡൽഹി യേശുവിൻ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അവിടെയുള്ള ഓരോ വ്യക്തികളും, പ്രത്യേകിച്ച് കർത്താവെ അധികാര പദവിയിലായിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉത്തർപ്രദേശിന് തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. രാജസ്ഥാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവമഹത്വം വെളിപ്പെടുവാനിടയാകട്ടെ. മഹാരാഷ്ട്രയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയാകട്ടെ. കർത്താവിന്റെ കരം അവിടുന്ന് നീട്ടുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗുജറാത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അവിടെ അധിവസിക്കുന്ന ഒരു പർവ്വതമായി തീരുവാനിടയാകട്ടെ. അങ്ങയുടെ ആലോചന അവിടെ വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങൾ രാജ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങൾ മധ്യപ്രദേശിനെ അവിടുത്തെ കരുത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തെലങ്കാനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർണാടകയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആന്ധ്രാപ്രദേശിനായി പ്രാർത്ഥിക്കുന്നു. തമിഴ്നാടിനായി പ്രാർത്ഥിക്കുന്നു. കേരളത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രാജ്യം ദൈവത്താൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ്, നീ ഇവിടെ സഹായിക്കും. അതെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒറീസയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആന്ധ്രാപ്രദേശിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തമിഴ്നാടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർഷകരെയും നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. We pray for the miners, Lord. We bless them in the name of Jesus. We pray for all the doctors, for all the health workers, Lord. Lord, fill them with your strength and fill them with your potential, Father. We pray for all the nurses. In Jesus' name, we bless them, Lord. Lord, what the unconditional service, what the hospital staffs are doing, Lord, you will bless them, Lord Jesus. We pray for the army, for the navy, for the air force, Father. We bless them in the name of Jesus. Lord, fill them with your wisdom, with your counsel, Father. We pray for all the faculties of our nation, Father. We pray for all the teachers, for all the IT professionals, for all the college and school students, Father. Lord, you will fill them with the divine wisdom, knowledge, understanding, skills and craftsmanship, oh Lord. Oh Father God, bless our nation, bless all our engineers, Father. I pray, Father God, let all our engineers receive wisdom from above, Father. We pray for our IT professionals, Father. We bless them. We pray for our bankers, Lord. In the name of Jesus, we bless them, Father. Lord, we pray for all the entrepreneurs, Father God. We bless them in the name of Jesus, Father. We pray for all the chefs of our nation. Lord Jesus, we bless them, Lord. We pray for special providence and protection upon all our vendors, Lord Father. Lord, we pray for all the stock owners. In Jesus' name, we bless them, Lord. അതെ കർത്താവ്, ഇന്ത്യ വീണ്ടും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിനുള്ള ജ്ഞാനത്താൽ വിവേകത്താൽ ഓരോ വ്യക്തികളും നിറയപ്പെടണം കർത്താവ്. അപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ. 7 ഭൂഖണ്ഡങ്ങളും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ഉണർവ് ദേശരാജ്യങ്ങളിലേക്ക് കർത്താവെ അങ്ങ് കൊടുത്താട്ട്. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്ക അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. സൗത്ത് അമേരിക്ക യേശുവിൻ നാമത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു തരുന്ന വിടുതൽ ഓരോ രാജ്യങ്ങളും രുചിച്ചറിയട്ടെ. യൂറോപ്യൻ രാജ്യങ്ങളെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓസ്ട്രേലിയ ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ സൗഖ്യം ഓരോ രാജ്യങ്ങളിലും കർത്താവെ നിറയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ മഹത്വത്തോടെ ഇറങ്ങുവാനിടയാകട്ടെ. കർത്താവിന്റെ ആലോചനയാൽ ഞങ്ങളുടെ രാജ്യങ്ങൾ നിറയട്ടെ. അങ്ങയുടെ പ്രവൃത്തി കണ്ട് ആനന്ദിപ്പാൻ ഒരുക്കുന്നതിനായി ഞങ്ങൾ യൂറോപ്യൻ
യൂണിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തേജസ്സോട് വെളിപ്പെടുവാൻ ഇടയാകട്ടെ. നെതർലൻഡ്സിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ആലോചനയാൽ നിറയട്ടെ കർത്താവെ. അയർലൻഡ് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ കർത്താവെ. ഞങ്ങൾ ചെക്ക് റിപ്പബ്ലിക്കിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവിടെ നിറയട്ടെ കർത്താവെ. കർത്താവെ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരാമെന്ന്. കർത്താവെ, ഞങ്ങൾ ലാറ്റ്വിയയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹംഗറിയെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പോർച്ചുഗലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഓരോ രാജ്യങ്ങളിലും അങ്ങയുടെ സമാധാനം ഉണ്ടാകുമ്പോൾ സ്പെയിനിനെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അങ്ങയുടെ കൃപ ഓരോ രാജ്യങ്ങളിലും ഉണ്ടാകട്ടെ. Lord, according to your promise, just like the waters covers the sea, so shall the glory of the Lord fill the entire earth. Lord, let your promise be fulfilled in all our nations. Father, we pray for France. We bless her in the name of Jesus. We pray for Croatia in the name of Jesus. We bless her. We pray for Belgium in the name of Jesus. We bless her. We pray for Austria and Russia in the name of Jesus. We bless her. Let the blessings of above and beneath and blessings underneath come upon this nation. Father, we pray for United Kingdoms and for the African nations. We pray for healing upon all these nations, Father God. We speak Jehovah Rapha into all the nations, Father. Let the provision of Jesus Christ and the accomplished work on the cross of Calvary be manifested in Kenya, in Zimbabwe. Oh Lord Jesus, let every nation experience the love and power, Lord. We pray for Ghana in the name of Jesus. We bless her. We bless Algeria in the name of Jesus, Father God. Lord, everything that the Lord Jesus has stored for this nation, let it be done, Lord, in this nation. Let it be accomplished in this nation, so God. അതെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഉഗാണ്ടയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നോർത്ത് സുഡാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗത്ത് സുഡാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം കർത്താവെ ആ രാജ്യത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നൈജീരിയക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു കർത്താവെ. എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സൗഖ്യം ആ ദേശത്ത് ആ രാജ്യത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നോർത്ത് അമേരിക്കയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതേ കർത്താവെ, കാനഡയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യവും സമൃദ്ധിയും ആ ദേശത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. മെക്സിക്കോ ഒരു അനുഗ്രഹമായി തീരട്ടെ. ക്യൂബ ഒരു അനുഗ്രഹമായി തീരട്ടെ. സൗത്ത് അമേരിക്ക ഒരു അനുഗ്രഹമായി തീരട്ടെ. വെനിസ്വേലയെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യം ആ രാജ്യത്തിന്മേൽ, പ്രത്യേകിച്ച് അർജന്റീനയിന്മേൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. പരഗ്വേ ഒരു അനുഗ്രഹമായി തീരട്ടെ. ചിലിയുടെ മേൽ കർത്താവെ അങ്ങയുടെ കരം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെ അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഓരോ രാജ്യങ്ങളെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹവും സ്വസ്ഥതയും ദേശങ്ങളിൽ ഉണ്ടാകട്ടെ. നോർവേ കർത്താവെ അനുഗ്രഹിക്കുന്നു. സ്വീഡനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഐസ്ലൻഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജ്യങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഫിൻലാൻഡിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഡെൻമാർക്കിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഇവിടെ സഹായിക്കണമേ. ഓരോ രാജ്യങ്ങളും ദൈവമേ അങ്ങയുടെ മഹത്വം ഇറങ്ങാൻ സഹായിക്കും. യേശുവിൻ നാമത്തിൽ. So
സാറേ, ലോകത്തിലെവിടെയായിരുന്നാലും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയ പ്രിയങ്കല ശുശ്രൂഷ ഇന്ന് രാത്രിയിലും ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നു. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള കരങ്ങളിൽ ഞാൻ നിന്നെ വഹിക്കും. പ്രത്യേകിച്ച് ഭയത്തിലൂടെയും ആശങ്കയിലൂടെയും അപ്പോൾ തന്നെ സൗഖ്യമില്ലാത്ത അവസ്ഥയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ പ്രിയങ്കല ശുശ്രൂഷയിൽ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നു. നമ്മൾ ഒരുമിച്ച് ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവിക്കുന്ന അനേക സാക്ഷികൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് നിമിത്തം വിഷമിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയങ്കല ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കുന്നു. മറ്റു പല രോഗങ്ങളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവർക്ക് നൽകുന്നു. മകൾക്ക് കോവിഡ് ബാധിച്ചു, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐസിയുവിലായിരുന്ന സമയത്തായിരുന്നു ഇത്. തിരുവനന്തപുരത്ത് ഒരു മാതാവ് പ്രിയങ്കലയിൽ ഈ മകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. യേശു പരിപൂർണമായ സൗഖ്യവും വിടുതലും നൽകി എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിന് സകല തടസ്സങ്ങൾക്കും മീതെ പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ് ഇതൊരു സാക്ഷി അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUവിലായിരുന്നു, 100% മരിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ സമയത്താണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അതിശയമായിരിക്കുന്ന വിടുതൽ നൽകി എന്ന് അറിയിച്ചിരിക്കുക. തീർച്ചയായിട്ടും അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയങ്കല ശുശ്രൂഷയിൽ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന, ICUവിലായിരിക്കുന്ന, വെന്റിലേറ്ററിലായിരിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് പറയുന്ന വ്യക്തികളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയങ്കല ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കുന്നു. നമ്മൾ മാത്രമല്ല, ലഭിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അനേക കുടുംബങ്ങളുടെ ഒപ്പം നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തിന് മേൽ അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. അടുത്ത ഭവനത്തിൽ താമസിക്കുന്ന വ്യക്തി ഹൃദയ സംബന്ധമായ രോഗനിമിത്തം വെന്റിലേറ്ററിൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോകുന്ന സമയത്തായിരുന്നു. ഇടുക്കിയിൽ നിന്നും ഒരു സഹോദരൻ പ്രിയങ്കലായാലും ഈ വ്യക്തിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചാൽ നമുക്കറിയാം, ഒരു കുടുംബമാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ അതൊരു വേള സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലൂടെ ആയിരിക്കാം ആ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നത്, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഇമെയിലുകളുടെയോ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനായിട്ട് സാധിക്കും. അതുകൂടാതെ കത്തുകളിലൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനായിട്ട് സാധിക്കും. PBN നമ്പർ 142 142 എന്ന മേൽവിലാസത്തിൽ അയച്ചാൽ തീർച്ചയായിട്ടും ആ കത്തുകൾ ഇവിടെ ലഭിക്കും. അങ്ങനെ ഏത് വിധേന നമുക്ക് ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിച്ചാലും ആ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ഒരു ഫോമിൽ എഴുതിയെടുത്തതിന് ശേഷം ഈ ഓൾട്ടറിലേക്ക് കൊണ്ടുവരുന്നു. അനേക പ്രിയപ്പെട്ടവർ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു, അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണയും വെള്ളവും ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊരു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ആ ദിവസം അവർ എണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. നാളുകളായി അവരെ നടുവേദന അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അതിശയമായ സൗഖ്യം നൽകി അറിയിച്ചിരിക്കുക. തീർച്ചയായിട്ടും ജീസസ് സാറേ, എണ്ണയും വെള്ളവും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നടക്കുന്ന പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മൾ പ്രത്യേകമായിട്ട് കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രിയിലും അല്പസമയത്തിനകം തന്നെ നമ്മൾ എണ്ണയും വെള്ളവും കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കും. അനേക പ്രിയപ്പെട്ടവർ യേശുവിനുള്ള വിശ്വാസത്തിന് അടയാളമായിട്ട് അത് ചെയ്യുന്നു. മാത്രമല്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിനോടുള്ള വിശ്വാസത്തിൽ അവർ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ശൂന്യമായ പാസ്ബുക്കുകൾ അതിൻ്റെ മേൽ കരം വെച്ച് അവർ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ സാമ്പത്തികമായിട്ട് ഉയർച്ചകൾ അവർക്ക് നൽകുന്നു. ആമീൻ, സ്തോത്രം. അത്ഭുതങ്ങളെ കർത്താവ് പ്രവർത്തിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ കുട്ടികളെ പഠന ഉപകരണങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മികവിലേക്കും വലിയ ഉയർച്ചയിലേക്കും ആ ഓരോ കുട്ടികളെയും കൊണ്ടുവരുന്ന സാക്ഷികളും നമുക്ക് ലഭിക്കുന്നു. ഇന്ന് രാത്രി പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മക്കളുടെ വിവാഹം നടത്താൻ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്, കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. ആമീൻ, ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളുടെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും നടുവിൽ പ്രത്യേകിച്ച് ബാങ്കിൽ നിന്ന് പണം എടുത്തു സമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വിഷമത്തിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി ആ ഓരോ കുടുംബങ്ങൾക്കും ഉയർച്ചയും മാന്യതയും അനുഗ്രഹവും നൽകേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വജൻ സാർ പ്രാർത്ഥിച്ചാണ്. ഞങ്ങളെ സഹായിക്കുന്ന നല്ല ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് സാമ്പത്തികമായി ഞെരുങ്ങുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, യാഥാർത്ഥ്യങ്ങളൊക്കെ നടക്കുമ്പോൾ കർത്താവെ അവർക്ക് വിൽക്കുവാനൊന്നും ഇല്ലാത്തവരുണ്ട്. കർത്താവെ, കടം കയറി നശിച്ചു കിടക്കുന്നവരുണ്ട്. കർത്താവെ, ഒളിച്ചു നടക്കുന്നവരുണ്ട്. കർത്താവെ, ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിശയങ്ങളുടെ ദൈവമേ, ഒരു വഴികളും ഇല്ലെങ്കിലും കർത്താവെ എല്ലാ വാതിലുകൾ അടഞ്ഞിരിക്കുമ്പോഴും കർത്താവെ അവിടുന്ന് വാതിലായി ഇറങ്ങി നിൽക്കേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസാധാരണമായിരിക്കും നിലകളിൽ കർത്താവെ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഓരോരുത്തരും സംഭവിക്കട്ടെ. ആ ജപ്തികൾ മാറട്ടെ. കർത്താവെ, ആ കൊടുത്തു തീർക്കാനുള്ള പണം കർത്താവെ അവിടുന്ന് ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരെയും കർത്താവെ നടുവ് നിവർക്കട്ടെ. കർത്താവെ, അവരുടെ അവസ്ഥകൾ നേരെയാകട്ടെ. അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൽ ഇന്ന് പോൽക്കാൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. Angge på det
പ്രിയങ്കല ശുശ്രൂഷയിൽ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2823 ദിവസം ഇന്ന് പൂർത്തീകരിക്കുക. അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് വൈകിട്ട് 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെ ഈ പ്രാർത്ഥന എത്തുന്നത് കൂടാതെ എല്ലാ ദിവസവും രാവിലെ തിങ്കൾ തൊട്ട് ശനി വരെ രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ചാനലിലൂടെയും തത്സമയമായിട്ട് ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതുകൂടാതാണ് എല്ലാ മാസവും 2ാമത്തെ ആഴ്ച വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ, സ്തോത്രം. ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ ആ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്നു. കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. സഹോദരൻ്റെ മകളുടെ പേരിൽ വർഷങ്ങളായിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. വലിയ മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഇത് എറണാകുളത്തും ഒരു കുടുംബമാണ് അറിയിച്ചത്. പ്രിയങ്കയിൽ ഈ മക്കളുടെ പേരിലുള്ള കേസ് മാറേണ്ടതിനെ പ്രത്യേകിച്ച് ആ 3 ദിവസവും നമ്മോടുകൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. സോജൻ സാറെ, സംഭവിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് യേശു അത്ഭുതം പ്രവർത്തിച്ചു. ആ കേസ് സംബന്ധമായിട്ടുള്ള എല്ലാം തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. വളരെ സമാധാനത്തോടായിരുന്നു പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. ബ്രദറെ, വൈദ്യശാസ്ത്രം കൈവിട്ട വിഷയങ്ങൾ, ലോകക്കാർ, കുടുംബക്കാരൊക്കെയും കൈവിട്ട വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പണിയുകയും കേടുപോക്കുകയും നന്നാക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തി നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നു. ഈ സഹോദരിയുടെ സാക്ഷ്യം ഇങ്ങനെയാണ്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയായിരുന്നു. ആ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രിയങ്കയുള്ള സഹോദരങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യം കർത്താവ് കൊടുത്തു. തീർച്ചയായിട്ടും സോജൻ സാറെ, പ്രത്യേകിച്ച് ക്യാൻസർ നിമിത്തം വിഷമിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പലയിടങ്ങളിലായിട്ട് നമ്മുടെ കുടുംബയോഗങ്ങൾ നടക്കുമ്പോൾ സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന അനേക പ്രിയപ്പെട്ടവരവിടെ കടന്നു വരുന്നു. അവർ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലും എൻ്റെ പിതാവിൽ നിന്ന് മറുപടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് 2 ഇടങ്ങളിൽ നമ്മുടെ കുടുംബയോഗം നടന്നു. കാഞ്ഞങ്ങാടും കണ്ണൂരും നമ്മുടെ കുടുംബയോഗം നടന്നു. അനേക പ്രിയപ്പെട്ടവരവിടെ കടന്നു വരുന്നു. അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നാളെ വയനാട് വെച്ച് നമ്മുടെ കുടുംബയോഗം നടക്കാൻ പോകുന്നു. വയനാട് മിൻ ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ വെച്ച് 11 മണി മുതൽ 1 മണി വരെ നമ്മുടെ കുടുംബയോഗം നടക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ആ കുടുംബയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു കുടുംബമാകട്ടെ, ഒരു വ്യക്തിയായിട്ട് അവിടെ കടന്നു വരുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെച്ച് ആ കുടുംബത്തോടൊപ്പം നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലും എൻ്റെ പിതാവിൽ നിന്ന് മറുപടിയുണ്ട്. സോജൻ സാറെ, ആ കടന്നു വരുന്ന വ്യക്തിക്ക് വേണ്ടി 2-3 മിനിറ്റിനകം തന്നെ പ്രാർത്ഥിച്ച് അവരെ നമ്മൾ ഭവനങ്ങളിലേക്ക് തിരികെ അയക്കുന്നു. ആ കുടുംബങ്ങൾ വീണ്ടും അടുത്ത ദിവസം നമ്മളെ അറിയിക്കുന്ന സാക്ഷ്യം. ആമീൻ, സ്തോത്രം. ഏത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ച് ആ വിഷയത്തിന് മേൽ യേശു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് അനേക പ്രിയപ്പെട്ടവർ നമ്മളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനേക കുട്ടികൾ ഈ ദിവസങ്ങളിൽ എക്സാമിൻ്റെ സമയത്ത് ആമീൻ, സ്തോത്രം, മികവിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് വലിയ ടെൻഷനിലൂടെ ഒക്കെ പോകുന്ന അനേക കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബങ്ങൾ കടന്നു വരുന്നു. നമ്മോടുകൂടി അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മികവാർന്ന വിജയത്തിലേക്ക് നയിക്കുന്ന അനേക സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സാക്ഷ്യമുള്ളത് മാൽദീവ്സിൽ നിന്നുള്ള മകൻ മദ്യപാനത്തിലായിരുന്നു. വളരെ നാളുകളായിട്ട് മദ്യപിക്കുന്ന ആ അവസ്ഥയിൽ ആ വിഷയം പ്രിയങ്കയുള്ള സഹോദരങ്ങളോട് ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് കഴിഞ്ഞ 4 മാസമായിട്ട് മകൻ മദ്യപിച്ചിട്ടില്ല. പ്രവർത്തിച്ച ദൈവത്തിനുള്ള നന്ദി അറിയിക്കും. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് മദ്യപിക്കുന്ന, ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന, അരുതാത്ത ബന്ധങ്ങളിലൊക്കെ അകപ്പെട്ട അനേകം പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രിയങ്കല ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ തന്നെ കുടുംബജീവിതത്തിൽ തകർച്ചകളെ നേരിടുന്നുണ്ട്. ഭർത്താവിൻ്റെ സംശയമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ സംശയമായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ മറ്റുള്ളവരോടുള്ള എന്തെങ്കിലും വാക്കുകൾ നിമിത്തമുള്ള പ്രയാസം നിമിത്തം കുടുംബജീവിതത്തിൽ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രിയങ്കല ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഓൾട്ടർ നമുക്കറിയാം 2013 ഫെബ്രുവരി ആരംഭ ദിവസം മുതൽ നമ്മൾ എഴുതിയെടുത്ത പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. 20 ലക്ഷത്തിനും മീതെ ആളുകളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ഓൾട്ടറിനകത്തുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓരോ വിഷയത്തിൻ്റെ മേലും യേശു അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്നാണല്ലോ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുകയും വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുകയും ചെയ്യുന്ന നല്ല ദൈവം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓൾട്ടറിലുള്ള 20 ലക്ഷം വരെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ കുടുംബങ്ങൾ ഓരോരുത്തരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ അങ്ങ് നന്നായി അറിയുന്നല്ലോ. അവരുടെ വിഷയങ്ങളെ, ആവശ്യങ്ങളെ, അത്യാവശ്യങ്ങളെ അങ്ങ് അറിയുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുമ്പോൾ ഓരോ ആവശ്യങ്ങളിലും അങ്ങ് ഇടപെടണം. കർത്താവേ, ചോദിച്ചാലും നനച്ചാലും പരമായി കർത്താവ് ഇന്ന് രാത്രി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വിവിധ തരം ബന്ധനങ്ങളായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു സ്വതന്ത്രനാക്കിയാൽ സാക്ഷാൽ സ്വതന്ത്രൻ എന്ന വചനം പറയുന്നല്ലോ. കർത്താവ് തരുന്ന സ്വാതന്ത്ര്യം എല്ലാ മേഖലയിലും ഇന്ന് രാത്രി അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് വർഷങ്ങളായി മദ്യപാനത്തിലായി പോയവരുണ്ട്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുണ്ട്, മോശമായ കൂട്ടുകെട്ടുകൾ കർത്താവ് തെറ്റായ വഴികളിലൊക്കെ ആയി പോയവരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അവരെ സ്വതന്ത്രരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു തരുന്ന സമാധാനവും സന്തോഷവും ആ കുടുംബങ്ങളിലെ വ്യക്തികളിൽ വാഴുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ കർത്താവ്, സംശയരോഗമുള്ള ഭർത്താക്കന്മാരുണ്ടല്ലോ, ഭാര്യമാരുണ്ടല്ലോ കർത്താവ്, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിൽ ഇന്ന് രാത്രി അങ്ങ് ഇടപെടണം കർത്താവ്. അവർക്ക് സമാധാനത്തെ അങ്ങ് കൊടുക്കണം. അവരുടെ മക്കൾ, കുടുംബം എല്ലാവരും കർത്താവ്, ബന്ധുമിത്രാദി എല്ലാവരും കർത്താവ് തരുന്ന സൗഖ്യം വിടുതലും കണ്ടാനന്ദിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൾട്ടറിലുള്ള ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ മാറട്ടെ കർത്താവെ, വിവാഹം നടക്കേണ്ടത് നടക്കട്ടെ കർത്താവ്, മക്കൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ വരുമാന മാർഗങ്ങൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവരെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഓൾട്ടറിലുള്ള 20 ലക്ഷത്തിൽ പരം ഓരോ പ്രാർത്ഥന വിഷയങ്ങൾക്കും കർത്താവെ ഉയരത്തിൽ നിന്നുള്ളതായിരിക്കുന്ന മറുപടി കർത്താവെ അവിടെ നയിക്കേണ്ടത് ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം ഹൃദയം തകർന്നു പോയവരുണ്ട് കർത്താവെ, മനസ്സും ശരീരം ഒരുപോലെ ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട് കർത്താവെ, അനവധിയായിരിക്കുന്ന കഷ്ടങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. അവിടുന്നാണ് ഞങ്ങളെ സഹായിക്കുന്നത് കർത്താവെ, അവിടുന്നാണ് ഞങ്ങളെ ഉദ്ധരിക്കുന്നത് കർത്താവെ. ഈ ഓരോ പ്രാർത്ഥന വിഷയം യേശുവിന്റെ നാമത്തിൽ കർത്താവെ അത് സാധ്യമായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓരോ ഹൃദയങ്ങളും ആനന്ദിക്കട്ടെ, സൗഖ്യമായി തീരട്ടെ കർത്താവ്. ഓരോ ജീവിതം കർത്താവെ വിജയകരമായി തീരേണ്ടതിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയ കർത്താവെ, ഞങ്ങള് വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന യുവതി യുവാക്കന്മാരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തക്ക തുണകളെ അവർക്ക് ഒരുക്കി കൊടുത്താട്ടെ. കുടുംബത്തിന്റെ ഭാരങ്ങൾ അറിയുന്നവനെ, പ്രയാസങ്ങൾ അറിയുന്നവനെ, ജീവിതത്തിൽ കർത്താവ് നിരാശയോടെ സങ്കടത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ സങ്കടങ്ങളെ മാറ്റി സന്തോഷം ഉടുപ്പിക്കുന്ന ദിവസമായി ഇന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക തുണകളെ അവർക്ക് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവർക്ക് കാണുവാൻ ഇടയാക്കുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തലമുറകളെ പ്രദാനം ചെയ്താട്ട് അനേക കുടുംബജീവിതത്തിൽ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കർത്താവെ, ഇന്ന് രാത്രിയിൽ ഒരു അത്ഭുത ജനനം ഉണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങട്ടെ കർത്താവെ. അങ്ങ് അവിടുന്ന് വലിവ് ചെയ്തു എന്ന് സാക്ഷിപ്പാൻ തന്റെ ജനത്തെ ഒരുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Joy to have all of us together praying and praising together, especially praying for the broken-hearted ones around the globe. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുമ്പോൾ തന്നെ ഇപ്രകാരം തകർന്നു പോയ ജീവിതങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരം എത്ര വലുതാണ്. We really thank you for your valuable support and for your precious prayer.
prayers. എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കും എല്ലാ തരത്തിലുമുള്ള സഹകരണത്തിനായി ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. 2723 ദിവസങ്ങളിൽ നിന്ന് പൂർത്തീകരിക്കുക. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും സിസ്റ്റർ പറഞ്ഞതുപോലെ അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പലയിടങ്ങളിലായിട്ട് നമ്മുടെ കുടുംബയോഗങ്ങൾ നടക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ സിനിബദർ ഈ ഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ സിനിബദറെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കണ്ണൂരൊക്കെ കുടുംബയോഗം കഴിഞ്ഞ് നമ്മൾ വയനാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയോ, ഞങ്ങൾ പോകുന്ന വഴിയില്ല. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ സഹോദരൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ടീച്ചിങ് എക്സാമിനൊക്കെ പോയ കുഞ്ഞുങ്ങളൊക്കെയും പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നുണ്ട്. നമുക്ക് അവർക്കൊക്കെ നല്ല വിജയം തന്നെ കർത്താവ് കൊടുക്കേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ മക്കളെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് പഠിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മികവിൻ്റെ ആത്മാവിന യേശുവേ ആ പൈതങ്ങളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് എക്സാമൊക്കെ എഴുതിയിരിക്കുന്ന മക്കളുണ്ട്. ഉന്നതമായ വിജയം അവർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എക്സാമിന് തയ്യാറെടുക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റടിമത്തങ്ങളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് അവർക്ക് വിടുതലും സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാൻസർ രോഗികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. കർത്താവെ, ഹിറ്റ് രോഗികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. കർത്താവെ, ഡയബറ്റിക് പേഷ്യൻസിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രഷർ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളെ സൗഖ്യമാകുന്ന ദൈവശക്തി ഇപ്പോൾ മക്കളുടെ മേലെ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴകള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബ്ലഡ് ക്യാൻസർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലെ ട്യൂമർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവശക്തി ഇപ്പോൾ ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആശുപത്രി കിടക്കുന്നവരുണ്ട്, ICU-ലായിരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ആക്സിഡന്റ് മൂലം കർത്താവെ വെന്റിലേറ്റർ അയക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാവട്ടെ, അവരിപ്പോൾ എഴുന്നേക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സൗഖ്യത്തെ ഇപ്പോൾ മക്കളുടെ മേൽ കൊണ്ടുവരിക. അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അനേക നാളുകളായിട്ടുള്ള കടപ്പരോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ സൗഖ്യത്തെ ഇപ്പോൾ മക്കളുടെ മേൽ കൊണ്ടുവരിക. അവരിപ്പോൾ സൗഖ്യമാകട്ടെ, അവരിപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവേ, ഏത് രോഗമാണേലും വേദനയാൽ ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ട്, അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിന്റെ സൗഖ്യത്തെ ഇപ്പോൾ അവർ കൊണ്ടുവരുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഞങ്ങളുടെ വേദനകളെ അങ്ങ് ക്രൂശിൽ ചതിച്ച് ഒഴിച്ചതാണല്ലോ കർത്താവേ, ആ സൗഖ്യത്തെ ഇപ്പോൾ മക്കളുടെ മേൽ കൊണ്ടുവരുന്നു. അവരിപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വരുമാനം ആളുകൾക്ക് കർത്താവ് കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞെരുക്കങ്ങൾ മാറി യേശുവിന്റെ നാമത്തിൽ കർത്താവെ സാമ്പത്തിക അഭിവൃദ്ധി അവർക്ക് ഉണ്ടാകട്ടെ കർത്താവെ. അപ്പോൾ തന്നെ കർത്താവ് പല ജോലികൾക്ക് വേണ്ടി കർത്താവ് ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പുതുവഴി അവർക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ടെസ്റ്റ് എഴുതി കർത്താവെ വെയിറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ല വിജയം അവർക്ക് കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ തന്നെ കർത്താവെ അവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ കർത്താവെ. പുതു വരുമാന മാർഗങ്ങൾ തുറന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. Heavenly Father, Lord Jesus, we want to pray for all those who are waiting for godly couples, oh Father, in the name of Jesus. Lord, let the marriages take place. Father, I pray that, Lord, you are the one who unites two people. So I pray, let it be done, especially for those who are waiting for getting married for long years. I pray, let it happen in the mighty name of Jesus. Father, we speak shalom. We speak the joy. We speak the peace, the happiness of Jesus Christ upon all those people who are waiting to get married. Thank you, Father, for you have done it. Thank you, Lord Jesus. We also pray for those wombs, oh Lord, who haven't yet produced. In Jesus' name, we pray for those who have no children. In Jesus' name, we command the wombs to be opened. Thank you for your fruitfulness, oh God. Thank you, Lord, for your gift of children, oh Jesus. Father, let your children, oh Lord Jesus, bring forth more children in Jesus' name. Father, we thank you for restoring the joy and the peace and happiness in the family, Father. Thank you, Lord, for their children, oh Lord, shall be like olive shoots around the table, Father. Thank you, Lord, for blessing them. It is in Jesus' name we pray. Amen.
ജി ബ്രദറെ, നമ്മൾ നാളെയാണ് നമ്മുടെ വയനാട് നമ്മുടെ കുടുംബയോഗം നടക്കുന്ന വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള മിന്റ് ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ മത്തായിബേക്കർ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മുടെ കുടുംബയോഗം 11 മണി മുതൽ വയനാട് ജില്ല അവിടെ വരാൻ പറ്റുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയങ്കലയിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കും, നമ്മൾ കുടുംബമായി ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. നാളത്തെ ദിവസം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബാംഗങ്ങളെയും അവിടേക്ക് ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കും. ആമീൻ. താങ്ക് യു സുനിബദ്രെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സുനിസിസ്റ്റർ, ഇന്ന് 2 ഇടങ്ങളിലായിട്ട് നമ്മുടെ കുടുംബയോഗം ഉണ്ടായിരുന്നു. കാഞ്ഞങ്ങാടും കണ്ണൂരും നമ്മുടെ കുടുംബയോഗം ഉണ്ടായിരുന്നു. കണ്ണൂർ പ്രത്യേകിച്ച് 10 മണി മുതൽ 1 മണി വരെയായിരുന്നു കുടുംബയോഗം. വീണ്ടും നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പ്രിയങ്കല ടീം വയനാട്ടിലേക്കുള്ള യാത്രയുടെ മധ്യത്തിലാണ് ഇപ്പോൾ സുനിബദ്ര ഫോൺ ലൈനിൽ വന്നത്. പ്രത്യേകിച്ച് വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള മിൻ ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാളെ 11 മണി മുതൽ 1 മണി വരെ നമ്മുടെ പ്രിയങ്കലയുടെ കുടുംബയോഗം നടക്കുന്നു. സോ അനേക പ്രിയപ്പെട്ടവരുടെ കടന്നു വരുന്ന സുനിസിസ്റ്ററെ, പ്രിയങ്കല ശുശ്രൂഷയിൽ നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിക്കും തന്നെ കുടുംബയോഗങ്ങൾ നേരിട്ട് ലഭിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അത് അറിയിക്കുന്ന കുടുംബാംഗങ്ങൾ അവർ നമ്മോടൊപ്പം അവർ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോ വിഷയത്തിന് മേലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ദീപു ബ്രദറെ, നമ്മൾ എഫേസ്യ ലേഖനം 3:20 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, Now to him who is able to do immeasurably more than all we ask or imagine according to his power that is at work within us. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ദൈവികമായ നിലവാരത്തിലാണ് കർത്താവ് ചെയ്യുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന കേരളത്തിന്റെ കുടുംബയോഗങ്ങളിൽ കടന്നു വരുന്ന തകർന്നു പോയ ജീവിതങ്ങൾ, അല്ലെങ്കിൽ വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത്, അത്യാവശ്യങ്ങളുടെ മുഖത്തിൽ ആയിരിക്കുന്നവർ, അവർ വളരെ നീറിപ്പകഞ്ഞായിരിക്കും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ആരുടെയും മനസ്സിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തതോ നമ്മുടെ കണ്ണിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതും നമ്മൾ ചോദിക്കുന്നതിനേക്കാളും എത്രയോ അധികം, എത്രയോ ഉപരിയായി ആണ് യേശു നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതിന് കാരണം ഒന്നു മാത്രമേ ഉള്ളൂ, നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിപ്പം അനുസരിച്ചാണ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു വിശ്വാസത്തോടും ഉറപ്പോടും കൂടിയാണ് ഓരോ പ്രിയപ്പെട്ടവരും അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കർത്താവ് അവർ ചിന്തിക്കുന്നതിലും അപ്പുറമായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന അനേക സാക്ഷ്യങ്ങൾ അറിയിക്കുന്നു. ഇത് തിരുവനന്തപുരം ഒരു മാതാവ് അറിയിച്ചത്, മകന് 41 വയസ്സായി, എന്നാൽ വീണ്ടും ഒരു വിവാഹം നടക്കുമെന്നുള്ളത് ഒരിക്കലും സ്വപ്നം പോലും കാണാതെ വളരെ വിഷമിച്ച നിരാശയിലൂടെ കടന്നു പോകുന്ന സമയത്ത് തൊട്ടടുത്ത ഭവനത്തിൽ താമസിക്കുന്ന വ്യക്തി പ്രിയങ്കല ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ച് ഈ ഒരു കുടുംബത്തോടു കൂടി പറഞ്ഞത്, സുനിസിസ്റ്ററെ, ഈ പ്രിയ കുടുംബം നമ്മോട് കൂടെ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കാൻ തുടങ്ങിയ മകന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. യേശുവിൽ വിശ്വസിച്ചു, ആശ്രയിച്ചു, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം അവന് നടന്നു. മാത്രമല്ല, ആമീൻ, സ്തോത്രം, വിദേശ രാജ്യത്തെ കുടുംബമായി അവർക്ക് കടന്നു പോകുവാനും കർത്താവ് വഴികളെ ഒരുക്കി പ്രാർത്ഥിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. ദിവ്യബ്രദറെ, സങ്കീർത്തനം 113:23 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, This is the Lord's doing and it is marvelous in our eyes. ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു, ഇത് ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. യേശു കർത്താവ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ദൈവിക നിലവാരത്തിലാണ് കർത്താവ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, മനുഷ്യന്റെ ദൃഷ്ടിക്ക് അത് തികഞ്ഞ ഒരു ആശ്ചര്യമായിരിക്കും, അത്ഭുതമായിരിക്കും. അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥന വിഷയം അയക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി, ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് മാറാത്ത കർത്താവാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും യേശു കർത്താവ് അനന്യനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർഎവർ. യേശു കർത്താവിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ന് രാത്രി വീണ്ടും നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുപോലെ നിരാശയിലും വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും രോഗത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മൾ കേട്ടതുപോലെ ആമേൻ, സ്തോത്രം, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നതിലും അപ്പുറം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്ന് രാത്രിയിലും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രത്യേകിച്ച് സുനിസിസ്റ്റർ പ്രിയങ്കല ശുശ്രൂഷയിൽ എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ഓരോ പുരുഷനും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, ഓരോ സ്ത്രീയും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വലിയ നിരാശയിലൂടെ അവർ കടന്നു പോകുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ദീപു ബ്രദർ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കവിടെ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്, ഗനസരത്ത് കടൽ തീരത്ത് അല്ലെങ്കിൽ ഗനസരത്ത് കരയിൽ അവിടെ പുരുഷാരം
വളരെ തിക്കിത്തിരക്കി യേശുവിന്റെ വായിൽ നിന്നും വചനം കേൾക്കുവാനായിട്ട് പുരുഷാരം അവിടെ തിക്കിത്തിരക്കി. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അവിടെ 2 പടക് ആ ഗെനസരത്ത് കടൽ കരയോട് അടുത്ത് കിടക്കുന്നു. മറ്റൊരു വശത്ത് പത്രോസ് വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അവിടെ പത്രോസിന്റെ അന്ന് രാത്രി പത്രോസിനുണ്ടായ ഒരു അനുഭവം, അല്ലെ അന്ന് തലേദിവസം മുഴുവനും പത്രോസ് മീൻ പിടിച്ച് വലഞ്ഞ് രാവും പകലും കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു മീൻ പോലും അന്ന് പത്രോസിന്റെ വലയിൽ കയറിയില്ല. പക്ഷെ പത്രോസ് ചെയ്തൊരു കാര്യമുണ്ട്, യേശുവിന് വേണ്ടി തന്റെ പടകിനെ വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. ആർത്തിയോടെ ദൈവവചനം കേൾക്കുവാനായിട്ട് കാത്തിരുന്ന ജനത്തിനു വേണ്ടി പത്രോസ് തന്റെ പടകിനെ വിട്ടുകൊടുത്തു. അന്ന് രാത്രി അന്ന് രാവിലെ പത്രോസ് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച് കാണത്തില്ല എനിക്ക് വേണ്ടി യേശു ഇത്ര വലിയ ഒരു അത്ഭുതം ചെയ്യുമെന്നോ ഇത്ര വലിയൊരു പ്രവൃത്തി ചെയ്യുമെന്നൊന്നും പത്രോസ് അങ്ങനെ ചിന്തിച്ചോണ്ടൊന്നും അല്ല യേശു കർത്താവിന് ആ പടക് കൊടുത്തത്. പക്ഷേ പത്രോസ് യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക്, അല്ലെ യേശു കർത്താവിന് വേണ്ടി ആ പടകിനെ വിട്ടുകൊടുത്തപ്പോൾ സംഭവിച്ചത്, പത്രോസിന്റെ ജീവിതത്തെ യേശു കർത്താവ് രൂപാന്തരപ്പെടുത്തി. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുകൾക്ക് ദൃഷ്ടിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത പല അത്ഭുത കാഴ്ചകൾ, അതുല്യമായത്, വ്യാഖ്യാനമില്ലാത്ത അത്ഭുതങ്ങൾ അന്ന് പത്രോസിന് കാണാൻ കഴിഞ്ഞു. നമുക്കറിയാം പത്രോസിനോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വല വീശുക, ആഴത്തിൽ വല വീശുക എന്ന് പറയുന്നുണ്ട്. പത്രോസ് പറയുന്നു, രാത്രി വെളുക്കോളം അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നാഥ, ഹല്ലേലൂയ, എങ്കിലും നാഥ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കും. പത്രോസ് യേശുവിനെ അനുസരിച്ചപ്പോൾ സംഭവിച്ചത്, അവരുടെ പടക് ഒരു പടകല്ല, പല പടകുകളുടെ ശൂന്യത അന്ന് രാത്രി മാറി. തീർച്ചയായിട്ടും സിസ്റ്റർ, യേശുവിന്റെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ വ്യത്യാസങ്ങളെ, മാറ്റങ്ങളെ നൽകുവാൻ. സിസ്റ്റർ പറഞ്ഞതുപോലെ ആമേൻ, പത്രോസിന്റെ പടക് മാത്രമല്ല മറ്റു പടകുകളുടെ പടക്. അതെ, ഒരു കാര്യം കൂടെ വേഗത്തിൽ ഞാൻ പറയട്ടെ. യേശു കർത്താവ് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ ദൈവിക നിലവാരത്തിലായിരിക്കും ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ ദൃഷ്ടിക്ക് ഏറ്റവും അത്ഭുതകരമായിരിക്കും. നമ്മുടെ ശൂന്യത പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ശൂന്യത മാത്രമല്ല മാറുന്നത്, നമ്മുടെ നിറവും കവിഞ്ഞൊഴുക്കും അത് മറ്റുള്ളവരിലേക്ക് അത് ഒഴുകി ചെല്ലുകയാണ്. ഇന്ന് രാത്രി അതുപോലത്തെ അത്ഭുതങ്ങൾ, വ്യാഖ്യാനമില്ലാത്ത അത്ഭുതങ്ങൾ, അതുല്യമായ ദൈവപ്രവൃത്തി ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി. Lord Jesus, abide in me, bless me and make me a blessing to others. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓരോ പുരുഷനും അനുഗ്രഹിക്കപ്പെടട്ടെ, ഓരോ സ്ത്രീയും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതുപോലെ വർഷങ്ങളായിട്ട് നിരാശയിലായിരിക്കുന്നവരുടെ, എന്നാൽ ഇന്ന് രാത്രി കാലം നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തമുപരിയായി പ്രവർത്തിക്കുന്ന യേശു അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കേണ്ടതിന് ഓരോ പുരുഷനെയും ഓരോ സ്ത്രീയും അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാരംഭമായി ഇന്ന് രാത്രി ഒരുമിച്ച് ഓരോ സ്ത്രീയും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ സ്ത്രീ സമൂഹത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവരൊരു പ്രാർത്ഥനാലയമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോ മാതാക്കളും, ഓരോ ഇപ്പോൾ ജനിക്കാനിരിക്കുന്ന പെൺകുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗത്തിലെ അപ്പച്ച അവരുടെ കിടക്ക മാറ്റി വിരിച്ച് ആരോഗ്യത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിവേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട്, കഷ്ടത്തിലായിരിക്കുന്നവരുണ്ട്, ദുഃഖിതരുണ്ട്, ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, മുറിവുകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് രാത്രിയിൽ അങ്ങ് കർത്താവേ ആ ശൂന്യതകളെ നിറയ്ക്കുവാൻ കഴിവുള്ളവനാകയാൽ അങ്ങയുടെ അത്യന്ത ശക്തി ഇപ്പോൾ അവരിൽ നിഴലിടേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകിയാട്ടെ, ദൈവിക സംരക്ഷണയും കരുതലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്താട്ടെ, ആലോചന പകർന്നു കൊടുത്താട്ടെ, അവിടുത്തെ വിടുതൽ അനുഭവിപ്പാൻ ഇടയാകേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങളെ മറച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവെ, ഞങ്ങൾ സ്ത്രീ സമൂഹത്തെ ഒന്നുകൂടെ അനുഗ്രഹിക്കുക. അവരെല്ലാവർക്കും മാന്യരായി തീരട്ടെ. അദൃശ്യനാം ദൈവത്തിന്റെ അത്യന്ത ശക്തി അവരുടെ മേൽ ഇപ്പോൾ നിഴലിടട്ടെ. അത്ഭുത കരുതലുകൾ കാണുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഓരോ പുരുഷനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആൺകുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വിവാഹപ്രായമെത്തിയ യുവാവിനായി പ്രാർത്ഥിക്കുന്നു, ആ പിതാവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പലരും രോഗികളായിട്ടുള്ളവരുണ്ട്. കർത്താവ്, വരുമാന മാർഗം ഇല്ലാത്തവരായിട്ടുണ്ട്. കർത്താവ്, പല അടിമത്തങ്ങൾക്കും വിധേയരായിട്ടുണ്ട്. കർത്താവ്, മദ്യപാനത്തിന്റെ പ്രയാസം, കർത്താവ്, ഇതുപോലെ മയക്കുമരുന്നിന്റെ പ്രയാസങ്ങൾ, കർത്താവ്, ഏത് തന്നെയായിരുന്നാലും കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ഓരോ പുരുഷനും
ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ഓരോ പിതാവും ഓരോ ശിശുവും അനുഗ്രഹിക്കപ്പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അവരിൽ വസിച്ച് ഓരോരുത്തരും കർത്താവെ അനുഗ്രഹമായും തങ്ങൾക്ക് തന്നെ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീർക്കേണ്ടതിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ചെന്നൈയിൽ നിന്നും ഒരു സഹോദരി നട്ടലിന് കഠിനമായ വേദന നിമിത്തം വളരെ വിഷമിച്ച് ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ വേഗത്തിൽ MRI എടുക്കണമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം വൈകിട്ട് 7 മുതൽ 8 വരെ നടക്കുന്ന ഈ പ്രാർത്ഥനയും ആരാധനയും കൂടെ അതെല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ നമുക്ക് പ്രിയങ്കല ശുശ്രൂഷയിൽ തന്നെ ഹാർവസ്റ്റ് ചാനലിലൂടെ തത്സമയമായി പ്രിയങ്കല ശുശ്രൂഷ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഈ പ്രാർത്ഥനയും ആരാധനയും നടക്കുമ്പോൾ ഈ സഹോദരി ചെയ്തത് യേശുവിനോടുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായി അല്പം എണ്ണയെടുത്ത് ശരീരത്തിൽ പുരട്ടി നമ്മോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. 20/11/2021 നമ്മളെ അറിയിച്ചിരിക്കുന്നത് MRI എടുക്കേണ്ട വന്നില്ല, യേശു പരിപൂർണമായ സൗഖ്യവും വിടുതലും നൽകിയെന്ന് അറിയിച്ചിരിക്കുന്നു. സഹോദരന് ആക്സിഡന്റ് പറ്റി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു ഇത് വാട്സാപ്പിലൂടെ മെനു അറിയിച്ചിരിക്കുന്നത്. പ്രിയങ്കല ശുശ്രൂഷയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യവും വിടുതലും നൽകി. 20/11/2021 ഇന്ന് ലഭിച്ച സാക്ഷ്യമാണ്. ദൈവബ്രദറെ, യേശുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. യേശുവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അവൻ ഇടയാക്കിയതുമില്ല. ഈ സാക്ഷ്യം വന്നിരിക്കുന്ന 5 മാസം ഗർഭിണിയായിരുന്നു. സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ മുഖം തെളിയുന്നില്ല, എന്തെങ്കിലും വൈകല്യം ഉണ്ടായിരിക്കും എന്ന് ഡോക്ടറിന് സംശയം. ഫാസ്റ്റിംഗ് പ്രയറിലെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എല്ലാം നോർമൽ ആയിരിക്കുന്നു. കർത്താവിനുള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും കാനിങ് സ്റ്റേജിലായിരിക്കുന്ന അനേക സഹോദരിമാരെ പ്രിയങ്കല ശുശ്രൂഷയിൽ ഇതുപോലെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നു. നമ്മൾ അവരോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ വിഷയത്തിനു മേലും അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. അപ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുന്നു. ഇടുക്കിയിൽ നിന്നും ഇത് അമ്മിണി അറിയിച്ചിരിക്കുന്ന മകൾക്ക് വാദത്തിന്റെ അസുഖം സൗഖ്യമില്ലാതെ വിഷമിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ചാത്തന്തറയെന്ന് വിളിച്ചറിയിച്ചിരിക്കുന്ന വയറിൽ മുഴ, വയർ വീർത്തു വരുന്ന സ്ഥിതി, തൈറോയിഡ് ഉണ്ട്, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്, പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കൂട്ടുകാരൻ്റെ 1 മാസം പ്രായമുള്ള കുഞ്ഞ് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കോവിഡ് പോസിറ്റീവാണ്. ഗുജറാത്തിൽ നിന്നും ലൈസയാണ് വിവരം അറിയിച്ചിരിക്കുന്നത്. ലിവർ സിറോസിസ് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. കണ്ണൂരിൽ നിന്നും സ്ഥിത ഷേബ അറിയിച്ചിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ നിമിത്തം വളരെ വിഷമിക്കുന്നു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, വീണ്ടും കീമോ എടുക്കണം, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ഇത് തിരുവനന്തപുരത്ത് നിന്നും ശൈല അറിയിച്ചിരിക്കുന്നത് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, കഠിനമായ വേദനയിലൂടെയും ശാരീരിക പ്രയാസത്തിലൂടെയും കടന്നു പോകുന്നു, പ്രാർത്ഥനയ്ക്കായി
അപേക്ഷിച്ചിരിക്കുന്നു. വാട്സാപ്പിലൂടെ അറിയിച്ചിരിക്കുന്ന 15 ലക്ഷം രൂപ കടമുണ്ട്, വേഗത്തിൽ വീട്ടേണ്ടതിന് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. മകന് കഠിനമായ പനി നിമിത്തം വളരെ വിഷമിക്കുന്നു. അപ്പോൾ തന്നെ മൂക്കിൽ മാംസം വളർന്ന് അടഞ്ഞിരിക്കുന്നതിനാൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നും ജെസ്സി ജയനാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രികാലം സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയങ്കര ശുശ്രൂഷയിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയും ആരാധനയും നടക്കുമ്പോൾ നമ്മൾ എണ്ണയും വെള്ളവും നമ്മൾ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ അവർ വിശ്വാസത്തോടെ, യേശുവിനുള്ള വിശ്വാസത്തോടെ അവർ എണ്ണ കരങ്ങളിലെടുത്തിരിക്കുന്നു, വെള്ളം കരങ്ങളിലെടുക്കുന്നു. നമ്മളോട് കൂടെ അവർ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സൗഖ്യമാക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിലും അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. സാറേ, ഇന്ന് രാത്രികാലം നമ്മുടെ കുടുംബാംഗങ്ങൾ ആ വിശ്വാസത്തോടെ, യേശുവിനുള്ള വിശ്വാസത്തോടെ എണ്ണ കരങ്ങളിലെടുത്തിരിക്കുന്നു, വെള്ളം കരങ്ങളിലെടുത്തിരിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവിലുള്ള വിശ്വാസത്തിന്റെ അടയാളമായിട്ട് കർത്താവ് ഈ രാത്രി എടുത്തിരിക്കുന്ന എണ്ണയും വെള്ളത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആ എണ്ണ പുരട്ടുന്ന ഓരോ രോഗിയും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവിടുന്ന് കർത്താവ് നന്മയ്ക്കായി അടയാളങ്ങൾ ഓരോ വ്യക്തികളിലും കർത്താവ് ചെയ്യണം. രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി സൗഖ്യമാകട്ടെ. ആ വെള്ളം കുടിക്കുന്ന ഓരോ വ്യക്തികളിലും യേശു നൽകുന്ന സ്വാതന്ത്ര്യവും സമർത്ഥമായ ജീവനും നിറയട്ടെ. സാമ്പത്തിക മേഖലയിന്മേൽ യേശു കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടട്ടെ. വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടട്ടെ. രാത്രി സുഖ നിദ്ര എല്ലാവർക്കും ഉണ്ടാകട്ടെ. മാനസിക രോഗികൾ ഈ രാത്രി സൗഖ്യമാകട്ടെ. നിരാശയുടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. കർത്താവേ, ഞങ്ങൾ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഈ രാത്രി ഞങ്ങൾ മുതിർന്ന പൗരന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ മനസ്സിൽ ഒരുപോലെ ക്ഷേമവും സൗഖ്യം കർത്താവ് അവർക്ക് കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. അതേ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം ജോലിക്കായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. ആമീൻ. പ്രത്യേകിച്ച് ഞങ്ങൾ ഡോക്ടേഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നേഴ്സസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പോലീസ് ഉദ്യോഗസ്ഥർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രാജ്യത്തെ സൂക്ഷിക്കുന്ന ഓരോ സൈനികർക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.